ഹായ്, കിച്ചൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഒരു കോഴിക്കോട് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ഈ വീഡിയോ കാണുന്നവർ ദയവായി എനിക്ക് ലൈക്ക് സബ്സ്ക്രൈബും തരിക. ഒരു ജാർ എടുത്ത് അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ ഗരം മസാല എന്നിവയിട്ട് നല്ലതുപോലെ ചതച്ച് മാറ്റി വയ്ക്കുക. ഈ ഗ്ലാസ്സിൽ 3 ഗ്ലാസ് അരി ഞാനിവിടെ അളന്നെടുത്തിട്ടുണ്ട്. ഇനി വേറൊരു പാത്രം എടുത്ത് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഞാൻ ചോപ്പ് ചെയ്താണ് വെച്ചിട്ടുള്ളത്. ആ സവാളയും ചതച്ചെടുത്ത ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഉണ്ടില്ല, അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ മാറ്റി ബാക്കിയുള്ളത്, അരിഞ്ഞ തക്കാളി, എടുത്തു വെച്ചിരിക്കുന്ന കറി ലീഫിൽ കുറച്ചെടുത്ത് മാറ്റി ബാക്കി കറി ലീഫ് അതിലേക്ക് ആഡ് ചെയ്ത്, പുതിനയില അതിൽ നിന്നും കുറച്ച് മാറ്റി വെച്ച് ബാക്കി പുതിനയിലയും ആഡ് ചെയ്ത്, മല്ലിയിലയും അതിൽ നിന്നും കുറച്ച് മാറ്റി വെച്ച് ബാക്കി മല്ലിയിലയും ഇതിലേക്ക് ആഡ് ചെയ്ത്, തൈര് ഇത്രയും വേണ്ട, കുറച്ച് മതി, ബാക്കി തൈര് ആവശ്യമില്ല, ഞാൻ ഒഴിച്ച അത്രയും മതി, ബാക്കി മാറ്റി വയ്ക്കാം. ഇനി ഇത് പകുതി നാരങ്ങ എന്നിവയും അതിലേക്ക് ആഡ് ചെയ്ത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവയിട്ട് കൈ കൊണ്ട് നല്ലതുപോലെ തിരുമണം. സവാളയെല്ലാം നല്ല ഉടഞ്ഞു വരണം. ആവശ്യത്തിന് ഉപ്പും ഇട്ട് നല്ലതുപോലെ നമുക്ക് തിരുമ്മി മാറ്റി വയ്ക്കണ്ട. നല്ലതുപോലെ തിരുമ്മിയതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 3/4 കിലോ ചിക്കനും ഇട്ട് കൊടുത്ത് ആ ചിക്കന് നന്നായി വിരവി ഇത് മാറ്റി വയ്ക്കാം. 1-2 മണിക്കൂർ നല്ലതുപോലെ ഇത് റെസ്റ്റ് ആവണം. അങ്ങനെ മാറ്റി വയ്ക്കുന്നതായിരിക്കും നല്ലത്. എങ്കിൽ തന്നെ ഇത് ടേസ്റ്റ് ഏറുള്ളൂ. അരി അളന്ന അതേ സെയിം ഗ്ലാസ്സിൽ ഒരു 5.5 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ചേർത്ത് ഞാൻ അടുപ്പിലോട്ട് മാറ്റി അതിൽ ആവശ്യത്തിന് ഉപ്പിടുക. ഉപ്പിട്ടതിന് ശേഷം നേരത്തെ എടുത്ത് വെച്ചിരുന്ന നാരങ്ങയിൽ അരനാരങ്ങ ചിക്കന് ചേർത്തു, പകുതി നാരങ്ങ ഇതിലും ചേർത്ത്, 4 ഏലയ്ക്ക, കുറച്ച് പട്ട, 6 ഗ്രാമ്പ്, 1 ടേബിൾ സ്പൂൺ നിറയെ നെയ്യ് എന്നിവയും ഇതിലേക്ക് ആഡ് ചെയ്ത് ഈ വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി ആഡ് ചെയ്യുക. അരിയും അതിലേക്കിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കേണ്ടതുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണയും കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്ത് നട്ട്സ് വറുത്തെടുക്കാം. നട്ട്സ് ഇട്ട് ഞാൻ നല്ലതുപോലെ മൂപ്പിച്ച് വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗ്രേപ്സ് ആഡ് ചെയ്യാം, ഉണക്ക ഗ്രേപ്സ് അതുകൂടെ ആഡ് ചെയ്ത് അത് നന്നായി മൂപ്പിച്ച് കോരിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്യണം. കുറച്ച് എണ്ണ ഉള്ളത് കൊണ്ട് ഞാൻ കുറേശ്ശെ സവാളയായിട്ട് മൂപ്പിച്ചെടുക്കുകയാണ്. എല്ലാം മൂപ്പിക്കുന്നത് കാണിക്കുന്നില്ല. ഇവിടെ എല്ലാ സവാളയും ഞാൻ മൂപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ ചോറ് തുറന്ന് നോക്കി, ചോറ് പാകത്തിന് വെന്തിട്ടില്ല, ഒരു 3/4 വേവേ ആയിട്ടുള്ളൂ. ഇനി ബാലൻസ് ഞങ്ങൾക്ക് ചിക്കനിലിട്ട് വേവിക്കേണ്ടതുണ്ട്. ഈ ചോറിനെ കോരി നേരത്തെ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വച്ചിരുന്നില്ലേ, ആ ചിക്കനിലേക്ക് ഈ ചോറ് കോരിയിടുക. കോരിയിട്ടതിന് ശേഷം ഞാൻ നേരത്തെ വറുത്ത് വെച്ചിരുന്ന സവാളയിൽ നട്ട്സ്, ഗ്രേപ്സ്, ഞാൻ മാറ്റി വെച്ചിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് തന്നെ ഇലകളും നന്നായി മിക്സ് ചെയ്ത് ചോറ്, സവാള മിക്സ് എന്നിവ ലെയർ ബൈ ലെയറായിട്ട് എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ അതിൻ്റെ മീതായിട്ട് കുറച്ച് നെയ്യൂടെ ആഡ് ചെയ്ത് ഇത് അടച്ച് ഗ്യാസിലോട്ട് മാറ്റി ഫുൾ ഫ്ലെയിമിൽ 10 മിനിറ്റും ലോ ഫ്ലെയിമിൽ അരമണിക്കൂർ നല്ലതുപോലെ വേവിച്ചെടുത്തു. അപ്പോൾ ചോറ് 3/4 വേവല്ലേ വെന്തിട്ടുള്ളൂ, ഇതിൽ കിടന്ന് ഫുൾ വേവായിട്ടുണ്ട്. ഇനി അടിയിലുള്ള ചിക്കനും കൂട്ടും ഈ ചോറ് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് കോഴിക്കോട് ബിരിയാണി തയ്യാറാണ്. ഇവിടെ കോഴിക്കോട് ബിരിയാണി തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാവരും ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. അടിപൊളി ടേസ്റ്റാണ്. എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി സപ്പോർട്ട് മുന്നോട്ടുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ വീഡിയോ നിർത്തുന്നു. താങ്ക് യു.